അൽ മലാഫിളു സഅദുൻ. ലഫ്ലുകൾ, വാചകങ്ങൾ അത് വിജയമാണ്. ഇത് ഫിക്രത്ത് മിൻ ഹദീസ് സ്വബാഹിലി അദ്ദേഹം ഷർക്കാവിയുടെ പ്രഭാത ടോക്കിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ്. യുഹ്ക പറയപ്പെടുന്നു, അന്ന മലിക്കൻ റആ ഫീമാ യറൻ നായിമു, ഒരു രാജാവ് സ്വപ്നത്തിൽ കണ്ടു, അന്ന അസ്നാനഹു കുല്ല, അദ്ദേഹത്തിൻ്റെ പല്ലുകൾ മുഴുവനും സഖത്തത്ത് അമാമഹു, അദ്ദേഹത്തിൻ്റെ മുൻപിൽ വീണുപോയി, വഹുവ യൻളുറു ഇലൈഹ, അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ പല്ലുകളൊക്കെ കൊഴിഞ്ഞു വീണു. അങ്ങനെ ത്വലബൽ മലിക്കു മിൻ അഹദിൽ മുഫസ്സിരീന തഅ്വീലഹു റുഇയാഹു, രാജാവ് ഒരു അഹദുൽ മുഫസ്സിരീന ഒരു സ്വപ്നവ്യാഖ്യാനം പറയുന്ന ആളുകളോട് ഇതിൻ്റെ അദ്ദേഹം കണ്ട സ്വപ്നത്തിനെ കുറിച്ചുള്ളൊരു വ്യാഖ്യാനം ആവശ്യപ്പെട്ടു. ഫക്കാല ലഹുൽ മുഫസ്സിർ, ആ സമയത്ത് ആ വ്യാഖ്യാതാവ് പറഞ്ഞു, സയമു, അതിൻ്റെ മീനിങ്, ഈ പല്ല് കൊഴിഞ്ഞു പോകുന്നതിൻ്റെ മീനിങ്, സയമൂത്ത് കുല്ല അക്കാരിബിക്ക, നിൻ്റെ മുഴുവൻ റിലേറ്റീവ്സ് മരിച്ചു പോകും, അമാമ ഇനയിക്ക, നിൻ്റെ കൺമുന്നിൽ വെച്ച് തന്നെ മരിച്ചു പോകും എന്നതാണ് അതിൻ്റെ അർത്ഥം. ഫൗലിബൽ മലിക്കു ഒലബൻ ഷദീദൻ, അപ്പം രാജാവ് വളരെയധികം ദേഷ്യം പിടിച്ചു. അമറ ബി ഹബിസിൽ മുഫസ്സിരി, അങ്ങനെ രാജാവ് ആ മുഫസ്സിറിനെ ജയിലിലടക്കാൻ വേണ്ടി കൽപ്പിച്ചു. തൊലബ മുഫസ്സിറൻ നഗർ, മറ്റൊരു മുഫസ്സിനെ വീണ്ടും തേടി നടന്നു രാജാവ്. അങ്ങനെ രണ്ടാമത് ഫലമ്മ ഹദറ ബൈനദേഹി, രണ്ടാമത് മറ്റൊരു ഒരു മുഫസ്സിർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടു. വക്കസ്സലൈഹി റുഇയാഹു, അദ്ദേഹത്തിനോട് ഈ കഥകളൊക്കെ അദ്ദേഹം കണ്ട സ്വപ്നം പറഞ്ഞു കൊടുത്തു. കാലൽ മുഫസ്സിർ, ആ സമയത്ത് മുഫസ്സിർ പറഞ്ഞു, അയ്യുഹൽ മലിക്, ഓ രാജാവേ, സയമൂത്തു ജമീ അഹിലിക്ക അമാമക്ക, നിൻ്റെ മുഴുവൻ അഹിലുകാരൻ നിൻ്റെ മുന്നിൽ വെച്ച് മരണപ്പെട്ടു പോകുമെന്നാണ് അതിൻ്റെ മീനിങ്. ഒലബൽ മലിക്കു ഒലബൻ അശബ്ദൻ മിൻ ഒലബിഹിൽ അവ്വൽ, ആ രാജാവ് ആദ്യം ദേഷ്യം പിടിച്ചതിനേക്കാളും കൂടുതൽ ശക്തമായ രീതിയിൽ രാജാവിന് വീണ്ടും ദേഷ്യം പിടിച്ചു. ഒ തലബ മിൻ ഹാജിബിഹി, അദ്ദേഹം തൻ്റെ പരിചാരകരോട് ആവശ്യപ്പെട്ടു, അയ്യുൽക്കിയൽ മുഫസ്സിറ, മറ്റൊരു മുഫസ്സിറിനെ കൊണ്ടുവരാൻ, അല്ല അദ്ദേഹത്തിനിടാൻ, ഫിൽ സിജിനി, ജയിലിലിടാൻ ആവശ്യപ്പെട്ടു. മാൽ മുഫസ്സിറിൽ ആദ്യത്തെ മുഫസ്സിറിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹം ജയിലിലിടാൻ ആവശ്യപ്പെട്ടു. മാ ഇൻ സക്കത്തൽ ഒലബനിൽ മലിക്കി, രാജാവിൻ്റെ ദേഷ്യം അടങ്ങുന്നതിന് മുമ്പ് തന്നെ ഹത്താ തൊലബ മുഫസ്സിറൻ സാലിസൻ, രാജാവ് മൂന്നാമതൊരു മുഫസ്സിറിനെ ആവശ്യപ്പെട്ടു. ഫമാ ഹദറ ബൈന യദൈഹിൽ മലിക്, അങ്ങനെ മൂന്നാമത്തെ മുഫസ്സിർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെട്ടപ്പോൾ വഖസ്സ അലൈഹി റുഇയാഹു, അദ്ദേഹത്തിലേക്ക് രാജാവ് മുഴുവൻ കഥകളും പറഞ്ഞു കൊടുത്തു, അഥവാ സ്വപ്നം കണ്ട കഥ പറഞ്ഞു കൊടുത്തു. ഇബ്തസമൽ മുഫസ്സിറും, ഈ സ്വപ്നം കേട്ട ഉടനെ തന്നെ ആ മൂന്നാമത്തെ മുഫസ്സിർ ചിരിച്ചു. വക്കാൽ, എന്നിട്ട് പറഞ്ഞു, റായിത്ത ഖൈറൻ അയ്യുഹൽ മലിക്, രാജാവെ, നിങ്ങൾ കണ്ടതൊരു നന്മയാണ്, ഖൈറാണ്. സത്തക്കൂനു അത്തുവലു അഹിലിക്ക ഉംറൻ, അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഹിലുകാരിൽ ഏറ്റവും കൂടുതൽ വയസ്സുള്ള വ്യക്തിയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം, ഏറ്റവും നല്ല ദീർഘായുസ്സുള്ള വ്യക്തിയാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നർത്ഥം. അത്തഅ്വീലുൽ അഖീറു ലിർറുഇയ ലാ യഖ്തലിഫു മിൻ ഹൈസുൽ മദ്മൂനു അൻ തഅ്വീലൈനിൽ അവ്വലൈനി. അപ്പോൾ ഇവിടെ ഈ ചെറിയ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ആശയം പറയണം. തഅ്വീലുൽ അഖീറും, അവസാനത്തെ തഅ്വീൽ, വ്യാഖ്യാനം, റുയ, സ്വപ്നത്തിൻ്റെ അവസാന വ്യാഖ്യാനം, ലാ യഖ്തലിഫു, അത് വ്യത്യാസമാകുന്നില്ല, മിൻ ഹൈസുൽ മദ്മൂൻ, കണ്ടൻറ്റ് എന്ന നിലയ്ക്ക് വ്യത്യാസമാകുന്നില്ല, അൻ തഅ്വീലൈൻ അവ്വലൈൻ, ആദ്യത്തെ രണ്ട് വ്യാഖ്യാനത്തിന് തൊട്ട് വ്യത്യാസമൊന്നുമില്ല, രണ്ടും സെയിം തന്നെയാണ് കണ്ടൻറ്റ് എന്ന നിലയ്ക്ക്. ലാക്കിനോ, എങ്കിലും, ലാ ശക്ക, സംശയമില്ല, യഖ്തലിഫു മിൻ ഹൈസുൽ ഉസ്ലൂബും, അതിൻ്റെ ശൈലി, ആ മീനിങ് പറഞ്ഞ ശൈലി വ്യത്യാസമാണെന്ന വിഷയത്തിൽ സംശയമില്ല. രണ്ടാളും പ്രയോഗിച്ച പ്രയോഗം വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതാണ് ഇവിടെ പ്രയോഗത്തിന് വലിയ, നമ്മൾ സംസാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്നൊക്കെ അർത്ഥം. സംസാരിക്കുന്ന വേർഡുകൾ അതൊക്കെ നല്ല രീതിയിൽ പ്രയോഗിക്കുമ്പോൾ നമുക്ക് കൂടുതലത് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിനും നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊക്കെ പൂർണ്ണീക്കാൻ സാധ്യമാകുമെന്നർത്ഥം. മാദാമ അന്ന അഹിലൽ മലിക്ക് സയമൂത്തൂന ഫി ഹയാത്തിഹി, ഒരു രാജാവിൻ്റെ അഹിലുകാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ തന്നെ മുഴുവൻ ആളുകളും മരിച്ചു പോകും. ഫഹാദ, ഇത് ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നഹു സയക്കൂനു അത്തുവൽ അഹിലി ഉംറൻ, അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അഹിലുകാരിൽ ഏറ്റവും കൂടുതൽ ദീർഘായുസ് ലഭിക്കുന്ന വ്യക്തി എന്നാണല്ലോ അതുകൊണ്ട് മീനിങ്. ഉനാക്ക, ഇനി മറ്റൊരു
ചില പ്രോവർബുകളൊക്കെ പറയണം ഇതുമായി ബന്ധപ്പെട്ട്. ഉനാക്കമയ്യക്കൂലു, ചിലർ പറയും നിസ്ഫുൽ കൂബി ഫാരിയൂൻ, ഒരു കപ്പിൻ്റെ ഒരു കപ്പ് ചായ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൊണ്ടുവരികയാണെങ്കിൽ ആ വെള്ളത്തിൽ പകുതി വെള്ളം മാത്രമുള്ളെങ്കിൽ ചിലർ അതിനെക്കുറിച്ച് പറയൽ എങ്ങനെയാണ്, നിസ്ഫുൽ കൂബി ഫാരിയൂൻ, ആ കപ്പിൻ്റെ പകുതി കാലിയാണ് എന്നാണ് പറയുക. എന്നാൽ ഹുനാക്കമയക്കുൽ മറ്റു ചിലർ അതിനെ പറയൽ എങ്ങനെ, നിസ്ഫുൽ കൂബി മുംതലിയൂൻ, ആ കപ്പിൻ്റെ പകുതി വെള്ളമുണ്ട് എന്ന് പറയും, വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയും. രണ്ടും സെയിം മീനിങ് ആണെങ്കിലും രണ്ടാമത്തേത് കേൾക്കുന്ന വ്യക്തിക്ക് ഒന്ന് ആവേശം ഉണ്ടാക്കും, മോട്ടിവേറ്റഡ് ആവും. അപ്പോൾ അതാണ് അന്നത്തീജത്ത് വാഹിദത്തും മിൻ ഹൈസുൽ മദ്മൂനും. ഈ മുകളിൽ പറഞ്ഞ സെൻറ്റൻസിൽ നത്തീജ, റിസൾട്ട്, കണ്ടൻറ്റ് എന്ന നിലക്ക് രണ്ടിൽ നിന്നും ലഭിക്കുന്ന കാര്യം ഒന്നാണ് എങ്കിലും എങ്കിലും അൽ മസാഫത്ത ഷാസി അത്തുൻ ബൈന ഉസ്ലൂബിൻ വൗസ്ലൂബിൻ, രണ്ട് ശൈലികൾക്കിടയിലുള്ള അകലം വളരെ വിശാലമായതാണ്. അലൈന അൻ അഖ്താറ മുഫ്രദാത്തിന ബി ഇനായത്തിൻ, അതുകൊണ്ട് തന്നെ അലൈന നമ്മുടെ മേൽ നിർബന്ധമാണ്, അൻ അഖ്താറ മുഫ്രദാത്തിന നമ്മുടെ പ്രയോഗങ്ങൾ, നമ്മുടെ ഉച്ചാരണങ്ങളെ നാം സെലക്ട് ചെയ്യണം. ഇനായത്തും വളരെ കെയർഫുള്ളായിട്ട് തന്നെ നാം അതിനെ സെലക്ട് ചെയ്യണം. ഏതുപോലെ കമാൻ അഖ്താറു മലാബിസന അത്തൂറന, നാം നമ്മുടെ ഡ്രസ്സ് അത്തറുകളൊക്കെ നാം സെലക്ട് ചെയ്യുന്നത് പോലെ, അഥവാ നാം സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണല്ലോ യോജിച്ച വസ്ത്രങ്ങളും യോജിച്ച അത്തറുകളും നാം പുരട്ടാറ്. കല്യാണത്തിന് ധരിക്കുന്ന വസ്ത്രവും വീട്ടിൽ രാത്രി ഉറങ്ങുമ്പോഴുള്ള വസ്ത്രവും, അങ്ങനെ വിവിധ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിവിധ വസ്ത്രങ്ങൾ, വിവിധ അത്തറുകളൊക്കെ നാം പൂശുന്നു. അതുപോലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നാം നമ്മുടെ വാചകങ്ങളെ, നമ്മുടെ സംസാരത്തെ നാം പ്രയോഗിക്കണം എന്നർത്ഥം. കാരണം അന്നൽ കലാമ അനാക്കത്തുൻ, തീർച്ചയായിട്ടും സംസാരം എന്നത് അനാക്കത്തുൻ, ഒരു ചാരുതയാണ്, ഒരു ഭംഗിയാണ്. ലാ തഖില്ലു, അത് കുറയുകയില്ല. അഹമ്മിയത്ത അൻ അനാക്കത്ത് സിയാബി, വസ്ത്രത്തിൻ്റെ ചാരുതയെ എത്രത്തോളം നാം പ്രാധാന്യം നൽകുന്നു ആ പ്രാധാന്യത്തിനേക്കാളും ചുരുങ്ങുകയില്ല. അഥവാ വസ്ത്രത്തിന് എത്രത്തോളം നാം മോടി കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതിനേക്കാളും മോടി കൂട്ടേണ്ട ഒരു കാര്യമാണ് സംസാരം എന്നത്. അതുപോലെ തന്നെ റായിഹത്തുൻ, ഈ കലാം എന്നത് റായിഹത്തുൻ, അതൊരു സ്മെല്ലാണ്. ലാ തഖില്ലു, അത് ചുരുങ്ങുകയില്ല, കുറയുകയില്ല, ആ സ്മെല്ലിൻ്റെ പ്രാധാന്യം ചുരുങ്ങുകയില്ല. ശതൻ, സുഗന്ധത്തിനാൽ, അൻ റായിഹത്തിൽ അത്തർ, അത്തറിൻ്റെ സ്മെല്ലിന് നാം എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു അതിനേക്കാളും ചുരുങ്ങുകയില്ല. അഥവാ അത്തറിനേക്കാളും കൂടുതൽ പ്രാധാന്യത്തോടെ നാം കാണേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാക്ക് പ്രയോഗങ്ങൾ എന്നർത്ഥം.